സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ഡോസ് കമാൻഡ്സ് ആണ്, അതുപോലെ പവർ ഷെൽ കമാൻഡ്സ്. സോ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ എല്ലാവരെയും ഒരിക്കൽ കൂടെ നമ്മളുടെ ഇന്നത്തെ സെഷനിലായിട്ട് വെൽക്കം ചെയ്യുന്നു. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതിന്റെ ഒരു ബേസിക് ഐഡിയ, അതുപോലെ നമ്മൾ ഒരുപാട് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോസ് കമാൻഡ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളുടെ എക്സാമിന് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡോസ് കമാൻഡ്സ് എന്ന് പറയുന്നത്. ഡോസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഫുൾ ഫോം ഈസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമാൻഡ്സ്. അപ്പൊ ഡോസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമാൻഡ്സ് ആണ്. എന്ന് പറഞ്ഞാല് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് ഡോസ് കമാൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് വഴിയായിരിക്കും ആളോട് ഓരോരോ കാര്യം കമ്പ്യൂട്ടറിനകത്ത് പെർഫോം ചെയ്യേണ്ട ഡിഫറെന്റ് ടാസ്കുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസിനെയാണ് ഡോസ് കമാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഡോസ് കമാൻഡ്സ് നമ്മൾ പെർഫോം ചെയ്യുന്നത് കമാൻഡ് പ്രോംപ്റ്റ് ത്രൂ ആണ്. കമാൻഡ് പ്രോംപ്റ്റ് എന്നൊരു ബ്ലാക്ക് കളറിലെ സ്ക്രീൻ ആണ്. സോ അത് യൂസ് ചെയ്ത് നമുക്കിപ്പോ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കാം ഇത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡോസ് കമാൻഡ്സ് യൂസ് ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനിയും ഇപ്പൊ ഡോസ് കമാൻഡ്സ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് കമാൻഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കമാൻഡ്സ് ആണ് ഈ ഡോസ് കമാൻഡ്സ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ എന്തിനൊക്കെയാണ് നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ ഫയൽ മാനേജ്മെന്റിന് വേണ്ടിയായിരിക്കാം. ഓക്കെ, ഡോസ് കമാൻഡ്സ് യൂസ് ചെയ്യുന്ന ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഫയൽ മാനേജ്മെന്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയൽസ് ക്രിയേറ്റ് ചെയ്യുക, ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പം mkdir എന്ന് പറയുന്ന കുറച്ച് കമാൻഡ്സ് ഉണ്ട്. നമുക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ്സ് ആണ് ഈ mkdir എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയാണ് കോപ്പി, മൂവ് ആൻഡ് ഡിലീറ്റ്. ഇതിനൊക്കെ ഓരോ കമാൻഡ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അടുത്തടുത്ത സ്ലൈഡുകളിൽ കാണിച്ചു തരാം. കോപ്പി, മൂവ് ആൻഡ് ഡിലീറ്റ് ഡേറ്റ. അപ്പൊ ഡേറ്റയെ നമുക്കൊന്ന് കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഫയലിലോട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഡേറ്റയെ ഡിലീറ്റ് ചെയ്യണം. സോ ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡോസ് കമാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡോസ് കമാൻഡ്സിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫയൽ മാനേജ്മെന്റ്. രണ്ടാമത്തേത് ഡേറ്റയെ നമുക്ക് മൂവ് ചെയ്യണം, കോപ്പി ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതാണ് ചെക്ക് ആൻഡ് റിപ്പയർ ഡിസ്ക്. ഇപ്പൊ ഡിസ്കിന് ഇപ്പൊ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ് ഇപ്പൊ അതിന്റെ കറന്റ് സ്റ്റാറ്റസ്, ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും നമ്മൾ ഡോസ് കമാൻഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ഫോർമാറ്റ് സ്റ്റോറേജ് ഡിവൈസ്. ഇപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റോറേജ് ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതിനെ ഫോർമാറ്റ് ചെയ്യാനും നമുക്ക് ഡോസ് കമാൻഡ്സ് യൂസ് ചെയ്യാം. അടുത്തതാണ് സിസ്റ്റം ഇൻഫോർമേഷൻ. ഇപ്പൊ നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻസോ അല്ലെങ്കിൽ സിസ്റ്റം ബേസ് ചെയ്തുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഡോസ് കമാൻഡ്സ്. ഇപ്പൊ ഡോസ് കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇന്ന കമാൻഡ്, നീ ഇത് ചെയ്യൂ, നീ അത് ചെയ്യൂ എന്ന് യൂസറായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഡോസ് കമാൻഡ്സ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് കൺട്രോൾ സിസ്റ്റം സെറ്റിംഗ്സ്. ഇപ്പൊ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും സെറ്റിംഗ്സ് നമുക്കായിട്ട് കൺട്രോൾ ചെയ്ത് ഈ കമാൻഡ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മൾ മാനുവലി അല്ലെങ്കിൽ നമുക്ക് ഒരു കമാൻഡ് പറഞ്ഞു കൊടുക്കണം, ആ കമാൻഡ് റൺ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെ ടൈപ്സ് ഓഫ് ഡോസ് കമാൻഡ്സ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഒന്നാമത്തേതാണ് ഡോസ് കമാൻഡ്സിനെ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണുള്ളത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഇന്റേണൽ കമാൻഡ്സ് ആണ്. ഇന്റേണൽ കമാൻഡ്സ്. അപ്പൊ രണ്ടാമത്തേത് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്താണ്, എക്സ്റ്റേണൽ കമാൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ഇന്റേണൽ കമാൻഡ്സ് എന്താണെന്ന് നോക്കിയിട്ട് എക്സ്റ്റേണൽ കമാൻഡ്സിലോട്ട് പോവാം. അപ്പൊ ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന കമാൻഡ്സിനെയാണ് ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന കമാൻഡ്സ് ആണ് ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതായത് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റണ്ണിങ്ങിന്റെ സമയത്തെല്ലാം തന്നെ ഈ കമാൻഡ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓൾവേസ് അവൈലബിൾ ആയിരിക്കും ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റണ്ണിങ് ആണെങ്കിൽ ഓൾവേസ് അവൈലബിൾ ആയിരിക്കും. പിന്നെയാണ് ഡയറക്ട്ലി കമാൻഡ് ഡോ, അതായത് കമാൻഡ് ഇന്റർപ്രറ്റർ ഉണ്ട്. ഈ ഡോസ് കമാൻഡ് ഇന്റർപ്രറ്ററിന്റെ ഭാഗമാണ് ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡോസ് റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കമാൻഡ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കമാൻഡ് ഇന്റർപ്രറ്ററിന്റെ ഭാഗമാണ് ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് കമാൻഡ് .com ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് എക്സ്റ്റേണൽ ഫയൽസ് ഒന്നും നമുക്ക് വേണ്ട എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോസ് കമാൻഡിന്റെ തന്നെ ഭാഗമാണ് ഇന്റേണൽ കമാൻഡ്സ് എന്ന്. അതുകൊണ്ട് കമാൻഡ് .com ആയിരിക്കും ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇന്റേണൽ കമാൻഡ്സ് സ്റ്റോർഡ് ഇൻ മെമ്മറി. അപ്പൊ എന്താണ് അപ്പൊ എക്സ്റ്റേണൽ കമാൻഡ്സ് എന്നും കൂടെ നോക്കാം. എക്സ്റ്റേണൽ കമാൻഡ്സ് എന്ന് പറഞ്ഞാല് ഡിസ്കില് സെപ്പറേറ്റ് ഒരു ഫയലിലായിരിക്കും ഇന്റേണൽ കമാൻഡ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടറിന്റെ മെമ്മറിക്കകത്ത് തന്നെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ എക്സ്റ്റേണൽ കമാൻഡ്സ് എന്ന് പറഞ്ഞാല് ഡിസ്കില് ഒരു സെപ്പറേറ്റ് ഫയൽ കാണും. അതിനകത്തായിരിക്കും ഈ എക്സ്റ്റേണൽ കമാൻഡ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് ലോഡ് ചെയ്ത്, ആ ഒരു ഫയല് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് ലോഡ്, എപ്പോഴും അതുകൊണ്ട് അത് റൺ ചെയ്യുന്നില്ല. അതായത് ഇന്റേണൽ കമാൻഡ്സിൽ എപ്പോഴാണോ ഡോസ് റൺ ചെയ്യുന്നത് അപ്പോഴെല്ലാം തന്നെ എന്തും റൺ ചെയ്യുന്നുണ്ട്. ഇന്റേണൽ കമാൻഡ്സ് നമുക്ക് ആക്സസബിൾ ആണ് അല്ലെങ്കിൽ അവൈലബിൾ ആണ്. എന്നാൽ എക്സ്റ്റേണൽ കമാൻഡ്സ് അങ്ങനല്ല. മെമ്മറി ബൂട്ടിംഗ് ടൈമില് ഇതിനെ ലോഡ് ചെയ്ത് വെക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റം ബൂട്ടിങ്ങിന്റെ സമയത്ത് മെമ്മറിയിലോട്ട് എടുത്ത് വെക്കുന്നില്ല. ഉള്ളപ്പോൾ മാത്രമേ അത് മെമ്മറിയിലോട്ട്, എവിടെയാണ് ലോഡ് ചെയ്ത് വെക്കുന്നത്, മെമ്മറിയിൽ. അപ്പൊ മെമ്മറിയിലോട്ട് എടുത്ത് വെക്കുന്നത് എപ്പോഴാണ്, ആവശ്യമുള്ളപ്പോൾ മാത്രം. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. .exe ഫയൽ, .com ഫയൽ, അല്ലെങ്കിൽ .bat ഫയൽ. ഇതൊക്കെ ഇതിന്റെയൊക്കെ ഫയൽ, എക്സ്റ്റേണൽ കമാൻഡ്സ് എന്നുള്ള ഒരു ഫയലിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഫയലിന്റെ ഒക്കെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഈ exe, com അല്ലെങ്കിൽ ബാറ്റ് എക്സ്റ്റൻഷൻസ് ആയിരിക്കും എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പൊ ഡിസ്കില് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു സെപ്പറേറ്റ് ഫയലിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതൊരു സെപ്പറേറ്റ് ഫയലിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എക്സ്റ്റേണൽ കമാൻഡ്സ്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് മെമ്മറിയിലോട്ട്, ഡിസ്കിൽ നിന്ന് മെമ്മറിയിലോട്ട് എടുത്തു വെക്കത്തുള്ളൂ. ആവശ്യമുള്ളപ്പോൾ മാത്രം. അല്ലാതെ ബൂട്ടിംഗ് സമയത്ത് തന്നെ ഇന്റേണൽ കമാൻഡ്സ് ലോഡ് ചെയ്ത് വരുന്നത് പോലെ എക്സ്റ്റേണൽ കമാൻഡ്സിനെ ലോഡ് ചെയ്ത് വെക്കാറില്ല. എപ്പോഴും എക്സ്റ്റേണൽ കമാൻഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒന്നെങ്കിൽ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മീഡിയയിലോ ഒക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോവർ ആയിരിക്കും ഇന്റേണൽ കമാൻഡ്സിനെക്കാട്ടിൽ. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡിലീറ്റ് ആവാനും മിസ്സിംഗ് ആവാനുമായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. കാരണം ഇതൊരു എക്സ്റ്റേണൽ ഫയലിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എപ്പോഴും അവൈലബിൾ അല്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടബിൾ ഫയൽസിലാണ് ഇതെപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഇത്രയുമാണ് ഇന്റേണൽ കമാൻഡ്സിനെ പറ്റിയും എക്സ്റ്റേണൽ കമാൻഡ്സിനെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ടത്. ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇന്റേണൽ കമാൻഡ്സ്. അതുപോലെ തന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. കാരണം ബൂട്ടിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ ഡോസ് റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്റേണൽ കമാൻഡ്സും അവൈലബിൾ ആയിരിക്കും. എപ്പോഴും നമുക്ക് എപ്പോ വേണമെങ്കിലും ആ കമാൻഡ്സുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഡയറക്റ്റ് നമ്മളുടെ കമാൻഡ് .com ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം അത് ഡോസ് കമാൻഡ് ഇന്റർപ്രറ്ററിന്റെ ഒരു ഭാഗമാണ് ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്. ഡോസ് കമാൻഡ് ഇന്റർപ്രറ്റർ. ഈ പേരൊന്നും ഓർത്തിരിക്കണമെന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് കമാൻഡ് .com ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്റേണൽ കമാൻഡ്സ്. എന്നാൽ എക്സ്റ്റേണൽ കമാൻഡ്സ് അങ്ങനല്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫയലിൽ ഇതിൽ ഏതാണ് ഏറ്റവും ഫാസ്റ്റർ എക്സിക്യൂഷൻ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഇന്റേണൽ കമാൻഡ്സ്. കാരണം എന്താണ്, സെപ്പറേറ്റ് ഫയൽസിലല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് പ്രോഗ്രാം ഫയൽ വേണ്ട ഇത് റൺ ചെയ്യാനായിട്ട്. അങ്ങനത്തെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇന്റേണൽ കമാൻഡ്സ് ഉണ്ട്. എപ്പോഴാണോ ബൂട്ടിങ് കഴിയുന്നത്
അപ്പോൾ തന്നെ നമുക്ക് ഇന്റേണൽ കമാൻഡ്സ് അവൈലബിൾ ആയിരിക്കും. എന്നാൽ എക്സ്റ്റേണൽ കമാൻഡ്സ് അങ്ങനല്ല, ആവശ്യമുള്ളപ്പോൾ മാത്രം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് വെക്കുന്നതാണ് എക്സ്റ്റേണൽ കമാൻഡ്സ്. ഇനിഷ്യലി അത് ചിലപ്പോൾ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലോ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് മീഡിയ ഫയലിലോ ഒക്കെ ആയിരിക്കും നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ എക്സിക്യൂട്ടബിൾ ഫയൽസ് എക്സ്റ്റൻഷൻസ് വരുന്നത് exe.com.bat എന്ന് പറയുന്ന എക്സിക്യൂഷൻസിലൊക്കെ ഫയൽ എക്സ്റ്റൻഷൻസിലൊക്കെ ആയിരിക്കും നമ്മളുടെ എക്സ്റ്റേണൽ കമാൻഡ്സ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനിയും അടുത്ത കുറച്ച് കമാൻഡ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്റേണൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ കമാൻഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഏതൊക്കെയാണ് ഇന്റേണൽ കമാൻഡ്സ് എന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എളുപ്പമാണ്, ഒന്നും നമ്മൾ ബൈഹാർട്ട് പഠിക്കണ്ട. കമാൻഡ് കേട്ടാൽ തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന കമാൻഡ്സുകളാണ് എല്ലാം തന്നെ. സോ അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് കമാൻഡ്സ് എന്നുള്ളത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതായിട്ടുള്ള കമാൻഡ്സുകളും അതിന്റെ പേരുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാനായിട്ട് ഞാൻ ഒരിക്കലും പ്രോംപ്റ്റ് ചെയ്യത്തില്ല. ഈ പറയുന്ന ആ ഒരു പേരിൽ നിന്ന് തന്നെ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് മനസ്സിലാക്കി പോവുക. ആദ്യത്തേത് എന്ന് പറയുന്നത് DIR. DIR എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ടറി. അതായത് ഫയൽ, നമുക്ക് എത്ര ഫയൽസ്, നമുക്ക് നമ്മളുടെ ഒരു ഫോൾഡറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എത്രമാത്രം ഫയൽസ് ഉണ്ട്, ഡയറക്ടറീസ് ഉണ്ട്, അതിനെല്ലാം ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ടാണ്. അപ്പം DIR എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കേണ്ട പേര് ഡയറക്ടറി. ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ ഫയൽസ് എന്നും കൂടെ വരണം. ഡയറക്ടറിക്കകത്താണ് ഫയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലിസ്റ്റിനെയും ഫയൽസിനെയും ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള കമാൻഡാണ് DIR എന്ന് പറയുന്നത്. എല്ലാ ഫയൽസും ഡയറക്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾഡേഴ്സ് ആണ്. ഡയറക്ടറീസിന്റെ വേറൊരു പേരാണ്. നമ്മൾ ചിലപ്പം ഡയറക്ടറി എന്നുള്ള പേര് എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഫോൾഡർ എന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്. സോ ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡേഴ്സ് രണ്ടിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. അപ്പൊ DIR എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഫയൽസിനെയും ഡയറക്ടറീസിനെയും ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് CLS. CLS എന്ന് പറഞ്ഞാൽ ഓർമ്മ വരേണ്ടത് CL എന്ന് പറഞ്ഞാൽ ക്ലിയർ, S എന്ന് പറഞ്ഞാൽ സ്ക്രീൻ, ക്ലിയർ സ്ക്രീൻ. അപ്പൊ സ്ക്രീനിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് CLS കമാൻഡ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്ക്രീൻ, ഇപ്പൊ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുമല്ലോ, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് കളർ സ്ക്രീൻ ആണ് വരുന്നത്. സോ CLS എന്ന് കൊടുത്താൽ നമ്മളിപ്പോ കുറെ കമാൻഡ്സുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ CLS കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ക്രീൻ അങ്ങ് ക്ലിയർ ചെയ്യും. അതിനു വേണ്ടിയുള്ള കമാൻഡാണ് CLS എന്ന് പറയുന്നത്. അടുത്തതാണ് കോപ്പി. കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയൽസിനെ കോപ്പി ചെയ്യാൻ. അതുകൊണ്ട് ബൈഹാർട്ട് പഠിക്കേണ്ട. COPY എന്ന് പറഞ്ഞാൽ ഫയൽ. കോപ്പി കഴിഞ്ഞിട്ട് ഫയലിന്റെ പേര് കൊടുത്താൽ മതി, ആ ഫയൽ ഓട്ടോമാറ്റിക്കലി കോപ്പി ആയിക്കോളും. സോ കോപ്പി എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ഫയൽസിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ കോപ്പി മീൻസ് ഇതിനകത്ത് ഓർത്തിരിക്കുന്ന കോപ്പി എന്ന് തന്നെയാണ്. അടുത്തതാണ് ഡെൽ ഓർ ഇറേസ്. ഇപ്പൊ ഡെൽ എന്നതിന് പകരം ഡിലീറ്റിന് വേണ്ടിയാണ് DEL യൂസ് ചെയ്യുന്നത്. ഇപ്പൊ DEL ആണ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ മനസ്സിലേക്ക് വരേണ്ട വേർഡ് ഡിലീറ്റ് എന്നാണ്. ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയണം, അതിനു വേണ്ടിയുള്ളതാണ് DEL കമാൻഡ് അല്ലെങ്കിൽ ഇറേസ് കമാൻഡ്. ഇറേസ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക, മായ്ച്ചു കളയുക, അതിനുള്ള മീനിങ് ആണ് ഇറേസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് DEL ഓർ ഇറേസ് എന്ന് പറയുന്ന കമാൻഡ്. അടുത്താണ് റൺ അല്ലെങ്കിൽ റീനെയിം. അതായത് ഫയലിന്റെ പേര് മാറ്റുക. നമുക്കൊരു ഫയലിന്റെ പേര് വേറെ എന്തെങ്കിലും ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്ന കമാൻഡാണ് REN അല്ലെങ്കിൽ റീനെയിം. നമുക്ക് റീനെയിം മൊത്തത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ REN എന്ന് കൊടുത്താലും നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, റീനെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്തതാണ് ടൈപ്പ്. അതായത് ഇപ്പൊ നമ്മളൊരു ഫയലിന്റെ എക്സ്റ്റൻഷൻ ടൈപ്പ് ഏതാണ് എന്ന് നമുക്ക് അറിയണം. ഇപ്പൊ ടെക്സ്റ്റ് ഫയൽ ആണോ അല്ലെങ്കിൽ ഇമേജ് ആണോ, എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് അതിനകത്തുള്ളത്, ആ കണ്ടന്റ് അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ഫയലിന്റെ കണ്ടന്റ് മൊത്തം ഡിസ്പ്ലേ ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടൈപ്പ് ഫയൽ .txt എന്ന് കൊടുത്താൽ ഇപ്പൊ ആ ഫയലിനകത്ത് ഞാൻ ഇപ്പൊ എന്റെ ഈ ഒരു ഫയലിനകത്ത് ഫയൽ .txt ഇതിനകത്ത് ABC ഇങ്ങനാണെങ്കിൽ ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത് ടൈപ്പ് ഫയൽ .txt എന്ന് പറഞ്ഞാൽ ABC ഇങ്ങനെ ഡിസ്പ്ലേ ആയി വരും. ടൈപ്പ് ചെയ്യുക, അതായത് ആ ടെക്സ്റ്റ് ഫയലിനകത്തുള്ള എല്ലാ കണ്ടന്റിനെയും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ടൈപ്പ്. സോ തെറ്റിപ്പോകരുത്, ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ടൈപ്പ് എന്നാണ്, അല്ലാതെ
ടൈപ്പ് ഓഫ് ഫയൽ അല്ല, ടൈപ്പ് ചെയ്യുക. നമ്മളിപ്പം നമ്മുടെ ഫയലിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് നോർമൽ ടൈപ്പ് ഓഫ് ഫയൽ അല്ല, ഡിസ്പ്ലേ ചെയ്യുന്ന ടൈപ്പ്. അല്ലെങ്കിൽ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് വരുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നതാണല്ലോ ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ടൈപ്പ് ചെയ്ത് നമ്മളുടെ ആ ഫയലിലെ കണ്ടന്റിനെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ് ടൈപ്പ് എന്ന് പറയുന്ന കമാൻഡ്. അടുത്തതാണ് CD or CHDIR, ചേഞ്ച്. ഇപ്പൊ C എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുന്നത് ചേഞ്ച് ഡയറക്ടറി, D ഫോർ ഡയറക്ടറി. കാരണം CHDIR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരും ചേഞ്ച് ഡയറക്ടറി എന്നുള്ളതാണ്. ചിലപ്പോൾ CD എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ഏതാണ് എന്നുള്ളത് ഓർമ്മ വരില്ല. സോ CD എന്ന് പറഞ്ഞാൽ ചേഞ്ച്, C ഫോർ ചേഞ്ച് ആൻഡ് D ഫോർ ഡയറക്ടറി. അതായത് കറന്റ് ഡയറക്ടറിയെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് CHDIR എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കമാൻഡ്സുകളെല്ലാം തന്നെ ഇന്റേണൽ കമാൻഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ബൂട്ടിംഗ് അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കമാൻഡാണ് ഇന്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്. അടുത്തതായി MT or MKDIR. MKDIR എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് ഡയറക്ടറി, മേക്ക് ഡയറക്ടറി. ഇപ്പൊ MKDIR എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡയറക്ടറിയെ മേക്ക് ചെയ്യുക. ക്രിയേറ്റ് എന്നുള്ള വാക്ക് ഓർത്തില്ലെങ്കിലും മേക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് ഓർത്തിരുന്നാൽ നമുക്ക് ആ കമാൻഡിനോട് അസംബിൾ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ MKDIR എന്ന് പറഞ്ഞാൽ മേക്ക് ഡയറക്ടറി, അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറി നമുക്ക് ക്രിയേറ്റ്. ഇപ്പൊ MKDIR എന്ന് പറഞ്ഞൊരു പുതിയൊരു ഡയറക്ടറിയുടെ പേര് കൊടുത്താൽ ആ ഡയറക്ടറി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. സോ ആദ്യത്തെ 8 കമാൻഡ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. DIR എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, ഡയറക്ടറിയെ ഡിസ്പ്ലേ ചെയ്യാൻ. നമ്മളുടെ ആ ഒരു ഫോൾഡറിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡയറക്ടറീസും ഫോൾഡേഴ്സും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് DIR എന്ന് പറയുന്ന കമാൻഡ്. CLS എന്ന് പറഞ്ഞാൽ ക്ലിയർ സ്ക്രീൻ, കോപ്പി ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, റൺ റീനെയിം ചെയ്യാൻ, ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ, കണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ, CD ചേഞ്ച് ഡയറക്ടറി, MD മേക്ക് ഡയറക്ടറി. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് കമാൻഡ്സ് നമുക്ക് നോക്കാം. ഇതൊന്നും ബൈഹാർട്ട് ഇപ്പൊ RMDIR, റിമൂവ് അങ്ങനെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കരുത്. കമാൻഡ്സിന്റെ പേര് വന്നാൽ ഉടനെ അത് എന്തിനാണ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. അത് 1-2 തവണ ഒന്ന് റീഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലോട്ട് വരും. ഓക്കെ, അടുത്തതാണ് RD. RD എന്ന് പറഞ്ഞാൽ റിമൂവ് ഡയറക്ടറി, റിമൂവ്സ് എ ഡയറക്ടറി. അതായത് ഒരു ഡയറക്ടറിയെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ളതാണ് റിമൂവ് ഡയറക്ടറി. അപ്പൊ റിമൂവ് ഡയറക്ടറിയും അത് ഡയറക്ടറിയാണ് റിമൂവ് ചെയ്യുന്നത്. ഫയൽസിനെ ആണെങ്കിൽ അത് ഡെൽ ആണ്, ഡയറക്ടറിയെ ആണെങ്കിൽ അത് RMDIR അല്ലെങ്കിൽ RD. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ഇത് ഫയൽസിന് വേണ്ടിയുള്ളതാണ്, ഇത് ഡയറക്ടറിക്ക് വേണ്ടിയുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റ് എന്ന് പറയുന്നതാണ്. സിസ്റ്റത്തിന്റെ കറന്റ് ഡേറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, സോ ഈ 2 ഫംഗ്ഷന് വേണ്ടി നമുക്ക് ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. സോ ഡേറ്റ് മീൻസ് ഡിസ്പ്ലേ ദ സിസ്റ്റം ഡേറ്റ്. ടൈം എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ടൈം കാണിക്കും. ഇത് രണ്ടും എളുപ്പമാണ്, ഡേറ്റും ടൈമും. സിസ്റ്റത്തിന്റെ ഡേറ്റും ടൈമും കാണിക്കാൻ വേണ്ടിയാണ്. അടുത്തതാണ് VER. നമ്മളുടെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേർഷൻ കാണിക്കാം. VER മീൻസ് വേർഷൻ, വേർഷൻ കാണിക്കാൻ വേണ്ടിയുള്ളതാണ് VER. വോൾ എന്ന് പറഞ്ഞാല് ഡിസ്കിന്റെ വോളിയം ലേബല് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് വോൾ. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്യാം. അപ്പൊ ആ കമാൻഡ് എന്താണെന്നൊരു കൺഫ്യൂഷൻ വരും, ഞാൻ പറഞ്ഞുതരാം. എല്ലാ കമാൻഡ്സും പറഞ്ഞതിന് ശേഷം ഞാൻ പ്രോംപ്റ്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ എന്താണ് ഈ കമാൻഡ് പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ? കമാൻഡ് പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളുടെ ഡോസിന്റെ പ്രോംപ്റ്റ് ഇരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പൊ നമ്മളിപ്പം പ്രോംപ്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഞാൻ പറയാണ് ഇപ്പോൾ പ്രോംപ്റ്റ്, ഇങ്ങനെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, $P $G. ഓക്കെ, $P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഡ്രൈവ് പാത്ത് എന്നാണ്. കറന്റ് ഡ്രൈവ് പാത്ത് എന്ന് പറയുന്നതാണ് സ്ലാഷ്. $G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സൈൻ, G ഫോർ ഗ്രേറ്റർ ദാൻ സൈൻ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ നമുക്കത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഓക്കെ, ആ ഒരു ഡീഫോൾട്ട് പ്രോംപ്റ്റിനെ മാറ്റി വേറെ ഏതെങ്കിലും പ്രോംപ്റ്റ് ആക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പാത്ത് എന്ന് പറയുന്ന കമാൻഡ് ആണ്.
പാത്ത് എന്ന് പറഞ്ഞാൽ കമാൻഡിന്റെ സെർച്ച് പാത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പാത്ത് എന്ന് പറയുന്ന കമാൻഡ്. പാത്ത് മീൻസ് കറക്റ്റ് കമാൻഡിന്റെ സെർച്ച് പാത്ത്. ഓക്കെ, കമാൻഡിന്റെ സെർച്ച് പാത്ത് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് പാത്ത് എന്ന് പറയുന്ന കമാൻഡ്. അടുത്തതാണ് സെറ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് വേരിയബിൾസിനെ സെറ്റ് ചെയ്യാനാ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു വേരിയബിളിലോട്ട് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്യണം. ഇപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ്. ഇപ്പൊ വേരിയബിളിന്റെ പേര് ടെംപ് എന്നാണെങ്കിൽ ടെംപ് ഈക്വൽ ടു നമുക്ക് പറഞ്ഞു കൊടുക്കാം c/temp. ഒരു വേരിയബിളിലോട്ട് നമുക്ക് എന്തെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് യൂസ് ചെയ്യാം. ഇനി അത് തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തെടുക്കണമെങ്കിലോ ജസ്റ്റ് സെറ്റ് ടെംപ് എന്ന് കൊടുത്താൽ എന്ത് ഡിസ്പ്ലേ ആകും? ഈ ഒരു വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെറ്റ് എന്ന് പറയുന്ന കമാൻഡ്. എൻവയോൺമെന്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എവിടെയും ആക്സസിബിൾ ആയിട്ടുള്ള വേരിയബിൾസ് ആണ് എൻവയോൺമെന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കോമൺ എൻവയോൺമെന്റ് വേരിയബിൾസ് ആണ് ടെംപ്, പ്രോംപ്റ്റ്, പാത്ത്. ഇതൊക്കെയാണ് എൻവയോൺമെന്റ് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് കമാൻഡ്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളതല്ലാതെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ വന്നാൽ നമുക്കൊന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വന്നാൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്താണ് എക്സിറ്റ്. എക്സിറ്റ് കമാൻഡ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ബ്ലാക്ക് സ്ക്രീൻ എക്സിറ്റ് ആവും. അതാണ് എക്സിറ്റ്. എക്സിറ്റ് ദ കമാൻഡ് പ്രോംപ്റ്റ്. കമാൻഡ് പ്രോംപ്റ്റ് തന്നെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്തതാണ് വോളിയം, പാത്ത്, സെറ്റ്. പാത്തും സെറ്റും. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം നമ്മളുടെ ഇപ്പം വോളിയം ഓഫ് ഡ്രൈവ്, ഇപ്പൊ സി ഡ്രൈവ് എന്ന് കൊടുത്താല് വോളിയം ഇൻ ഡ്രൈവ് സി എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളത് ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, അതായത് ഇപ്പോ സീരിയൽ നമ്പർ ഏതാണ്, വോളിയം എന്ന് പറയുന്നത് ഡിസ്കിന്റെ വോളിയം ലേബൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള വോളിയം സീരിയൽ നമ്പർ ഷോ ചെയ്യും. ഓക്കെ, സോ അതിനു വേണ്ടിയാണ് VOL കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ എല്ലാത്തിന്റെയും ഒന്നും ബൈഹാർട്ട് പഠിക്കരുത്. ബൈഹാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. കമാൻഡ്സ് മാത്രം പഠിക്കുക. ഒന്നിന്റെയും ഡെഫിനിഷൻസ് ബൈഹാർട്ട് പഠിക്കരുത്. കമാൻഡ്സ് മാത്രം പഠിച്ചിട്ട് അതിൽ നിന്ന് എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബൈഹാർട്ട് പഠിച്ചാൽ അതൊരിക്കലും എന്തെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഒരു വേർഡ് തെറ്റിപ്പോയാൽ പിന്നെ അത് ഓർത്തിരിക്കാൻ പാടായിട്ട് വരും. സോ അതുകൊണ്ട് ഈ കമാൻഡ്സിൽ നിന്ന് തന്നെ എന്താണ് അതിന്റെ യൂസേജ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയും കമാൻഡ്സ് ആണ് ബേസിക് ആയിട്ട് നമ്മുടെ ഇന്റേണൽ കമാൻഡ്സിൽ ഉള്ളത്. സോ എല്ലാ കമാൻഡ്സും ഒന്ന് ഓർത്തിരിക്കുക. സെറ്റ്, ഇതിനകത്ത് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത് സെറ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് വേരിയബിൾസിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് പലപ്പോഴും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കൂടുതൽ പ്രയോറിറ്റി കൊടുത്തൊന്ന് ഓർത്തിരിക്കുക. ഇനിയും നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കമാൻഡ്സ് ആണ്. എക്സ്റ്റേണൽ കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എന്താണ്, നമ്മളുടെ ബൂട്ടിംഗ് സമയത്ത് ഇല്ല, ബൂട്ടിംഗ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ എക്സ്റ്റേണൽ കമാൻഡ്സുകൾ എന്ത് ചെയ്യത്തുള്ളൂ, എക്സ്റ്റേണൽ കമാൻഡ്സ് ലോഡ് ആയിട്ട് വരത്തുള്ളൂ. അല്ലാതെ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മളുടെ കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് പെർസിസ്റ്റ് ചെയ്യുന്ന കമാൻഡ്സുകൾ അല്ല എക്സ്റ്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്. ഡിസ്കിൽ സെപ്പറേറ്റ് പ്രോഗ്രാം ഫയൽസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫയലിനകത്തായിരിക്കും എക്സ്റ്റേണൽ കമാൻഡ്സുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തെടുത്തോണ്ട് വരത്തുള്ളൂ. ഓക്കെ, ഇനി ഏതൊക്കെയാണ് കമാൻഡ്സ് എന്ന് നമുക്ക് നോക്കാം. അതിന്റെ സെറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഫോർമാറ്റിംഗ് എ ഡിസ്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയണം ഫോർമാറ്റ് എ. ഓക്കെ, ഇപ്പൊ ഫ്ലോപ്പി ഡിസ്ക് എ എന്ന് പറഞ്ഞതിനെ ഫോർമാറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അടുത്തതാണ് CHK/DSK. CHK എന്ന് പറഞ്ഞാൽ ചെക്കിനെയാണ് CHK എന്ന് പറയുന്നത്. ചെക്ക് ഡിസ്ക്. എന്തിനാ ഡിസ്ക് ചെക്ക് ചെയ്യുന്നത്? എറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ചെക്ക് ഡിസ്ക് ഫോർ എറേഴ്സ്. ഇപ്പം CHK DSK C എന്ന് പറഞ്ഞു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? C ഡ്രൈവിൽ പോയി എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, സോ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് CHK DSK എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? സ്കാൻ ഡിസ്ക്. സ്കാൻ എന്ന് പറഞ്ഞാൽ ആ ഡിസ്കിനെ മൊത്തത്തിൽ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് റിപ്പയർ ചെയ്യും. സ്കാനിങ്ങിന്റെ കൂട്ടത്തിൽ തന്നെ റിപ്പയറിംഗ് ചെയ്യും. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ സ്കാൻ ചെയ്ത് റിപ്പയർ ചെയ്യുന്ന കമാൻഡാണ് സ്കാൻ ആൻഡ് റിപ്പയർ ഡിസ്ക്. അടുത്തതാണ് എക്സ്കോപ്പി. അപ്പൊ എക്സ്കോപ്പി എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്?
ഫോൾഡറിനെയും അതുപോലെ തന്നെ ഫയൽസിനെയും കോപ്പി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എക്സ് കോപ്പി സി ഫോൾഡർ സ്ലാഷ് ഡേറ്റ ഡി ഫോൾഡർ സ്ലാഷ് ഡേറ്റ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സി ഫോൾഡറിനകത്ത് ഉള്ള എല്ലാ ഫോൾഡേഴ്സും സബ് ഫോൾഡേഴ്സ് ഉൾപ്പെടെ ഫയൽസ് ഉൾപ്പെടെ കോപ്പി ചെയ്തു വരും. ഓക്കെ, നമ്മളിപ്പോ സി ഫോൾഡറിനകത്ത് സ്ലാഷ് ഡേറ്റ എന്ന് പറഞ്ഞ് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ ഡേറ്റയ്ക്കകത്തുള്ള എല്ലാ ഫോൾഡേഴ്സ്, അതുപോലെ തന്നെ സബ് ഫോൾഡേഴ്സ്, അതുപോലെ തന്നെ ഫയൽസ് എല്ലാവരെയും കോപ്പി ചെയ്തെടുത്തുകൊണ്ട് വരുന്ന കമാൻഡാണ് എക്സ് കോപ്പി എന്ന് പറയുന്നത്. എക്സ് കോപ്പി. നെക്സ്റ്റ് ഈസ് ഡിസ്ക് കോപ്പി. എൻ്റയർ ഡിസ്കിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് ഡിസ്ക് കോപ്പി എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഡിസ്ക് കോപ്പി, ഡിസ്ക് മൊത്തത്തിൽ കോപ്പി ചെയ്തെടുത്തുകൊണ്ട് വരിക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ് ആട്രിബ് എന്ന് പറയുന്നത്. ആട്രിബ് എന്ന് പറഞ്ഞാല് ഫയൽ ആട്രിബ്യൂട്ട്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഫയൽ ആട്രിബ്യൂട്ട്സിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് ആട്രിബ് പ്ലസ് ആർ പ്ലസ് എച്ച് ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫയലിനെ റീഡ്, പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളി റീഡ് ചെയ്യാൻ മാത്രം, റീഡ് ഉള്ളി ആവും. പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിഡൻ ചെയ്യും. ഓക്കെ, അതായത് ആട്രിബ് എന്ന് പറഞ്ഞാൽ ആ ഫയൽസിന്റെ ആട്രിബ്യൂട്ട്സിനെ ചേഞ്ച് ചെയ്യാൻ. ഫയൽ ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഫയലിനെ നമ്മൾ എന്ത് ചെയ്തു? റീഡ് ഓൺലി ആക്കി, അതുപോലെ ഹൈഡ് ചെയ്ത് വെച്ചു. സോ അതിനു വേണ്ടിയുള്ള കമാൻഡാണ് ആട്രിബ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഫയൽസിനെയോ ഫോൾഡേഴ്സിനെയോ ഒക്കെ ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻസ് അല്ല, ആട്രിബ്യൂട്ട്സ് ഫയൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ആട്രിബ് എന്ന് പറയുന്ന കമാൻഡ്. ആട്രിബ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ട വേർഡ് ഇസ് ആട്രിബ്യൂട്ട്സ്. അടുത്താണ് ട്രീ. ട്രീ എന്ന് പറഞ്ഞാൽ ഫോൾഡർ സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ട്രീ എന്ന് പറഞ്ഞു കൊടുത്താൽ ആ ഫോൾഡർ, ട്രീ എന്ന് പറഞ്ഞാൽ സി ഫോൾഡർ എന്ന് കൊടുത്താൽ ആ ഫോൾഡറിനകത്ത് എന്തൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട്, ഡയറക്ടറീസ് ഉണ്ട് എന്നുള്ളതിനെ ഒരു ട്രീ സ്ട്രക്ചറിൽ കാണിച്ച് നമുക്ക് തരും. സോ ഫോൾഡർ സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഡയറക്ടറി സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ് ട്രീ എന്ന് പറയുന്ന കമാൻഡ്. അടുത്തതാണ് ലേബൽ. ലേബൽ എന്ന് പറഞ്ഞാല് ഡിസ്കിന് ഒരു ലേബല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. ലേബൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ആ ഡിസ്കിന് ഇപ്പൊ പുതിയൊരു ലേബൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലേബലിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ലേബൽ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് എഡിറ്റ്. എഡിറ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്ററിന്റെ കമാൻഡാണ് എഡിറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ഫയലിനെ എഡിറ്റ് ചെയ്യാനോ ഒന്നും ഉള്ള കമാൻഡ് അല്ല, ജസ്റ്റ് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആക്കാൻ വേണ്ടിയുള്ള കമാൻഡാണ് എഡിറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, എഡിറ്റ് ഈസ് ഫോർ എഡിറ്റർ ആണ്, അല്ലാതെ ഒരു ഫയൽ എഡിറ്റിംഗ് സംബന്ധമല്ല, എഡിറ്റർ. അടുത്ത സെറ്റ് ഓഫ് കമാൻഡ്സ് ആണ് മോർ എന്ന് പറയുന്നത്. മോർ. ഓക്കെ, അതായത് ഔട്ട്പുട്ടിനെ ഒറ്റ സ്ക്രീൻ അറ്റ് എ ടൈം. അപ്പൊ ഡിസ്പ്ലേസ് ഔട്ട്പുട്ട് വൺ സ്ക്രീൻ അറ്റ് എ ടൈം. അപ്പൊ ഔട്ട്പുട്ടിനെ ഒറ്റ സ്ക്രീൻ അറ്റ് എ ടൈം കാണിക്കാൻ വേണ്ടിയുള്ളതാണ് മോർ എന്ന് പറയുന്ന കമാൻഡ്. അടുത്തതാണ് ഫൈൻഡ്. ഫൈൻഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം എന്താണ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ. ഒരു ഫയലിനെ സെർച്ച് ചെയ്ത് അതിനകത്ത് ആ ടെക്സ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഫൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫയൽ ഇപ്പൊ ഫൈൻഡ് എന്ന് പറഞ്ഞ് നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് നമ്മളുടെ ഫയലിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് ഫൈൻഡ് എന്ന് പറയുന്ന കമാൻഡ്. അടുത്തതാണ് സോർട്ട്. സോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സോർട്ട് ചെയ്യുക. അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റയെ സോർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ആ പേരിൽ നിന്ന് ഡേറ്റയെ സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് സോർട്ട് ഡേറ്റ. അടുത്താണ് എഫ് സി. എഫ് സി എന്ന് പറഞ്ഞാൽ ഫയൽ കമ്പയർ. രണ്ട് ഫയൽസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് എഫ് സി. മൂവ് എന്ന് പറഞ്ഞാൽ ഫയൽസിനെ മൂവ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ എക്സ്റ്റേണൽ കമാൻഡ്സ് ആണ്. ഇന്റേണൽ കമാൻഡ്സും എക്സ്റ്റേണൽ കമാൻഡ്സും തമ്മിൽ തിരിഞ്ഞു പോകരുത്. മൂവ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ കമാൻഡ് ആണ്, അത് ഫയലിനെ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. ട്രീ എന്തിനായിരുന്നു? ഡയറക്ടറി സ്ട്രക്ചറിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അപ്പം ആ ഒരു ഡയറക്ടറിയെയും ഇൻക്ലൂഡിങ് അതിന്റെ അകത്ത് സബ് ഫോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഡിലീറ്റ്
ഡെൽട്രി എന്ന് പറയുന്നത് ഡിലീറ്റ്സ് ഡയറക്ടറി വിത്ത് സബ് ഫോൾഡേഴ്സ്. ആ ഡയറക്ടറിക്കകത്ത് സബ് ഡയറക്ടറീസ് ഉണ്ടെങ്കിൽ അതിനെയും ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും ഡെൽട്രി. അതുകൊണ്ടാണ് ഡെൽട്രി എന്ന് തന്നെ യൂസ് ചെയ്യുന്നത്. അടുത്താണ് സിസ്. സിസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ബൂട്ടബിൾ ആക്കുന്ന കമാൻഡാണ് സിസ് എന്ന് പറയുന്നത്. മേക്ക് ഡിസ്ക് ബൂട്ടബിൾ. അടുത്താണ് മെം. മെം എന്ന് പറഞ്ഞാൽ മെമ്മറി യൂസേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ. നമ്മൾ എത്രമാത്രം മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ കൗണ്ട് കാണിക്കാൻ വേണ്ടിയുള്ള കമാൻഡാണ് മെം എന്ന് പറയുന്നത്. MEM, ഡിസ്പ്ലേസ് മെമ്മറി യൂസേജ്. അടുത്താണ് ബാക്കപ്പ് എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ ഫെമിലിയർ ആണ്. ഫയൽസിനെ ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ട ഫയൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്ന കമാൻഡാണ് ബാക്കപ്പ് എന്ന് പറയുന്ന കമാൻഡ്. അടുത്തതാണ് റീസ്റ്റോർ. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കപ്പ് ചെയ്ത ഫയൽസിനെ നമുക്ക് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് റീസ്റ്റോർ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്കപ്പും റീസ്റ്റോറും തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ബാക്കപ്പ്, റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ, ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫയലിനെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ബാക്കപ്പ് കമാൻഡ്. ബാക്കപ്പ് ചെയ്ത ഫയൽസിനെ നമുക്ക് തിരിച്ച് നമ്മളുടെ ഡിസ്കിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീസ്റ്റോർ എന്ന് പറയുന്നത്. സോ ബാക്കപ്പും റീസ്റ്റോറും ആസ് ഓഫ് നമ്മളുടെ മീനിങ് പോലെ തന്നെ ഉള്ള മീനിങ് ആണ് ഈ ഒരു കമാൻഡിലും ഉള്ളത്. സോ ഇത്രയുമാണ് നമ്മളുടെ എക്സ്റ്റേണൽ കമാൻഡ്സ് ഉള്ളത്. സോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. എക്സ്റ്റേണൽ കമാൻഡും ഇന്റേണൽ കമാൻഡ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ ശ്രദ്ധിച്ചോണം. ഇനിയും എക്സ്റ്റേണൽ കമാൻഡ്സ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒന്നെങ്കിൽ .exe അല്ലെങ്കിൽ .com അല്ലെങ്കിൽ .bat എന്ന് പറയുന്ന എക്സ്റ്റൻഷൻസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ ലോഡ് ചെയ്യത്തുള്ളൂ. ഇനി ആ കമാൻഡ് ഫയൽ മിസ്സിംഗ് ആണെങ്കിലോ ഈ കമാൻഡുകൾ ഒന്നും തന്നെ വർക്ക് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ആ കമാൻഡ് ഒരു എക്സ്റ്റേണൽ ഫയലിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ കമാൻഡ് ഫയൽ മിസ്സിംഗ് ആണെങ്കിൽ കമാൻഡ്സ് ഒന്നും തന്നെ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, എക്സ്റ്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ കമാൻഡ്സിനെക്കാട്ടും കുറച്ച് സ്ലോവർ ആയിട്ടുള്ള കമാൻഡ്സുകളാണ്. ഓക്കെ, സോ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.